എന്തായാലും CBR 250R വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഇപ്പോഴും നിലവിൽ ചോദിക്കുന്നുണ്ട്. അതിനെപ്പറ്റിയും അപ്ഡേറ്റ് ഉണ്ട്. ഫൈനലി ഹോണ്ട ഇന്ത്യക്കാരെ പരിഗണിച്ചിരിക്കുന്നു എന്നുള്ള സന്തോഷപരമായ കാര്യം നിങ്ങളെ അറിയിക്കുന്നു. അതായത് അങ്ങ് ഡൽഹിയിൽ അത്രയും പ്രശ്നങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് നടക്കുന്നതിൻ്റെ ഇടയ്ക്കും കൂടെ നമ്മുടെ ഹോണ്ട ഒരു വലിയ ബോംബ് പൊട്ടിച്ചു. അതായത് ഹോണ്ടയുടെ ഇൻ്റർനാഷണൽ മാർക്കറ്റിലുള്ള ഓൾമോസ്റ്റ് അത്യാവശ്യം എല്ലാ വണ്ടികളും ഇന്ത്യയിലേക്ക് എത്തിച്ചു. ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും എന്നല്ല, നമ്മൾ ആഗ്രഹിച്ചിരുന്ന കുറേ വണ്ടികളുണ്ടല്ലോ, ഇതൊക്കെ വന്നായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് തോന്നിയ കുറേ വണ്ടികൾ, കൂടുതലൊന്നും പറയുന്നില്ല, ഒരു ഓഫ് റോഡർ വണ്ടി ഹോണ്ടയ്ക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ പലരും ആഗ്രഹിച്ചിട്ടുണ്ട്. അഫോർഡബിളായിട്ട് നമുക്ക് സാധാരണക്കാരന് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന വണ്ടി. അപ്പോൾ അത് ഇന്ത്യയിൽ അതിൻ്റെ ഒരു മികവ് മാറിയിട്ടുണ്ട് എന്ന് നമുക്ക് കരുതാം. ഈ അടുത്ത സമയത്ത് തന്നെ അതിൽ വണ്ടിയുടെ ലോഞ്ച് ഉണ്ടാകും, ഒഫീഷ്യലി ഉള്ള ലോഞ്ച് ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം, പ്രൈസ് അൺവീലിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഒരു XR300 എന്ന് പറഞ്ഞിട്ടുള്ളൊരു വേരിയൻ്റാണ്. അതുപോലെ തന്നെ XR300 റാലി എന്ന് പറഞ്ഞിട്ടുള്ള വേരിയൻറ്റും എന്ന് പറഞ്ഞിട്ടുള്ള വേരിയൻറ്റും ഒക്കെ ഒരുപാട് വേരിയൻറ്റിലായിട്ട് ഹോണ്ട പുറത്തിറക്കിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഞെട്ടിത്തെരിച്ചു പോയി. സാധാരണ ജാപ്പനീസ് നിർമ്മാക്കൾ ഇന്ത്യക്കാരെ അങ്ങനെ തഴഞ്ഞിട്ടേക്കാണ്, യമഹ ആണെങ്കിലും സുസുക്കിയൊക്കെ ആണെങ്കിലും. ഹോണ്ട ഇപ്പം എനിക്ക് തോന്നുന്നു ഇന്ത്യക്കാരുടെ ആ ഒരു ടേസ്റ്റ് മാറി എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായത് കൊണ്ടാവണം അവർ ഇതുപോലുള്ള റെബൽ 500, CB500, അതുപോലെ തന്നെ ഈ ഓഫ് റോഡിങ് വേരിയൻ്റുള്ള വണ്ടികളായിട്ടുള്ള ഇത്രയും വണ്ടികളും നമുക്ക് തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ റെബൽ 300, റെബൽ 500ഉം ഇന്ത്യയിൽ അവർ അൺവീൽ ചെയ്തിരിക്കുകയാണ്. ഈ സാധനം എന്നൊക്കെ പറഞ്ഞാൽ റോഡ്സ്റ്റർ പരമായിട്ടുള്ള ഒരു ക്രൂസർ ലെവലൊക്കെ പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. ഈ റെബലൊക്കെ വർഷങ്ങൾക്ക് മുമ്പേ ഇൻ്റർനാഷണൽ മാർക്കറ്റിലൊക്കെ ഉള്ള സാധനങ്ങളൊക്കെയാണ്, അതൊക്കെയാണ് ഇപ്പോൾ നിലവിൽ ഇന്ത്യയിലോട്ട് ഇറക്കുന്നത്. ബേസിക്കലി CBR 300 അതുപോലെ തന്നെ CBR 500 ആ ലെവലിൽ നിൽക്കുന്ന വണ്ടികളുടെ സെയിം എഞ്ചിൻ തന്നെയാണ് ഈ റെബലിലും വരുന്നത്. സോ റെബലിന് എത്രത്തോളം ഇന്ത്യയിൽ സ്വീകാര്യത ഉണ്ടാവും എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. പക്ഷേ അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾസ് ആയിട്ടുള്ള ആ കൂൾഡായിട്ടുള്ള ഇപ്പം KLX-നൊക്കെ നല്ല അടിയായിരിക്കും. KLX ഒക്കെ നല്ല രീതിയിൽ റേറ്റ് കുറച്ച് ഇന്ത്യയിൽ സെയിൽ അങ്ങോട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് കത്തിച്ച് വരുമായിരുന്നു. അപ്പോഴേക്കും ഹോണ്ട അവരുടെ പുതിയ ആ ഒരു എന്താ പറയുക വെടിക്കുട്ടി സാധനം അങ്ങോട്ട് ഇറക്കി വിട്ടിരിക്കുന്നു. ഹോണ്ട സെൻസിബിളായിട്ട് പ്രൈസ് ഇന്ത്യയിൽ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു വിപ്ലവം തന്നെ ഈ ഒരു വണ്ടി ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും വേണ്ട. അതുപോലെ തന്നെ ഹീറോ സൂമിനും അതുപോലെ തന്നെ ഇപ്പം മാക്സി സ്കൂട്ടറുകളുണ്ടല്ലോ, അത്യാവശ്യം ഹയർ CC കപ്പാസിറ്റി നിൽക്കുന്ന 150 ഇന്ത്യയിലെ ഹയർ CC കപ്പാസിറ്റി സ്കൂട്ടേഴ്സ് എന്നൊക്കെ പറയുമ്പം നമ്മുടെ സൂം 160 അതുപോലെ തന്നെ എൻഡോർക്ക് 150 ഒക്കെയാണ്. അപ്പോൾ അതിനെയൊക്കെ കവച്ച് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള എയറോക്സിനൊക്കെ ഒരു അടിയായിട്ട് അവരുടെ പുതിയൊരു സ്കൂട്ടർ, ഒരു മാക്സി സ്കൂട്ടറും കൂടെ അവർ അൺവീൽ ചെയ്തിരിക്കുകയാണ്. കിഡിലെ സാധനം കണ്ടിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പവറൊക്കെ ഏകദേശം പുറത്ത് വന്നിട്ടുണ്ട്. 16.3 bhpയും 15 Nm ടോർക്കും ഒക്കെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നൊക്കെയാണ്. TFT ഡിസ്പ്ലേ പോലുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട്. അതായത് വണ്ടി പക്ക വേറെ ലെവലായി ഉള്ള ഒരു ഡിസൈനിലാണ് ഹോണ്ട നിലവിൽ അതിനെ എന്താ പറയണ്ടേ പുറത്തിറക്കിയിരിക്കുന്നത്. സോ ഭയങ്കര ആ സ്കൂട്ടറിന് ഞാൻ എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇന്ത്യയിൽ അത് ലോഞ്ച് ചെയ്യുവാണെങ്കിൽ, നല്ലൊരു പ്രൈസിന് ലോഞ്ച് ചെയ്യുവാണെങ്കിൽ ഞാൻ എടുക്കാൻ തയ്യാറാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ആ ഡിസൈനും, പ്രത്യേകിച്ച് ആ ഒരു പവർ ഫിഗേഴ്സും ഒക്കെ. ഇറ്റ്സ് ഗുഡ്. പ്രത്യേകിച്ച് ഹോണ്ടായി എന്നാകുമ്പോൾ അതിൻ്റെ ഒരു സ്മൂത്ത്നെസ്സും റിഫൈൻമെൻറ്റും ഞാൻ നല്ല എക്സൈറ്റഡ് ആയിട്ട് തന്നെ നിൽക്കുകയാണ്. സോ പിന്നെ റാലി വണ്ടികളുടെയൊക്കെ ആ ഒരു പ്രത്യേകത പ്രത്യേകിച്ച് പറയണ്ടല്ലോ, ലോങ് ട്രാവൽ സസ്പെൻഷന്, അതുപോലെ തന്നെ നല്ല ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെയാണ്. കൂടുതൽ ഡീറ്റെയിൽ ഒന്നും പുറത്ത് വന്നിട്ടില്ല. സോ എന്തായാലും ഒരു 30 bhp ഒക്കെ പവറൊക്കെ കൊടുക്കാനാണ് എന്നുണ്ടെങ്കിൽ നല്ലൊരു നീക്കം തന്നെ ആയിരിക്കും. പിന്നെ CB500 ഉണ്ട്, അതും എൻ്റെ ഒരു ബക്കറ്റ് ലിസ്റ്റിലുള്ളൊരു വണ്ടിയാണ്. നിങ്ങൾ CB350 ഓടിച്ചവർക്കറിയാം അതിൻ്റെ റിഫൈൻമെൻറ്റും അതിൻ്റെ ഒരു പവറും. അതായത് 20 bhp ഉള്ളെങ്കിലും 100-120 കുലുക്കം ഇല്ലാതെ പോകാൻ പറ്റുന്ന ഒരു ഹോണ്ടയുടെ മാജിക്കൽ എഞ്ചിനാണ്. ഞാൻ പ്രതീക്ഷയോടെ പ്രൈസിങ്ങിൽ കാത്തിരിക്കുന്നത് ആ ഒരു എഞ്ചിനാണ്. കാര്യം അത് ഇന്ത്യൻ നിർമ്മിതമാകാൻ സാധ്യതയുണ്ട്. 43 Nm ടോർക്ക്, 27 bhp. ഹാർലി ഡേവിഡ്സൺ 440 നല്ലൊരു എതിരാളി തന്നെ ആയിരിക്കും. നല്ലതെന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ എതിരാളി ആയിരിക്കും. സോ 350 RS ഒക്കെ മതി എന്ന്, അത്രയും പവർ മതി, കൂടുതൽ പവറൊന്നും വേണ്ടെന്നുള്ളവർ എടുത്തു. അല്ലാത്തവരൊന്ന് വെയിറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. നല്ലൊരു മോട്ടോർ സൈക്കിൾ. എന്തായാലും CB500 ഇന്ത്യയിൽ ലോഞ്ച് ആവും എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും വേണ്ട. കാര്യം അത് ഇന്ത്യയിൽ ഓൾറെഡി സക്സസർ ആയിട്ടുള്ള ഒരു മോഡലാണ് CB350 ഒക്കെ. പിന്നെ മൈനർ സ്റ്റൈലിംഗ് അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് പിന്നെ 300 350 ഉള്ള വണ്ടികളൊക്കെ വന്നിട്ടുണ്ട്. എന്തായാലും നല്ലൊരു ഇലക്ട്രിക് സ്കൂട്ടർ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നു. എന്തായാലും CBR 250R വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഇപ്പോഴും നിലവിൽ ചോദിക്കുന്നുണ്ട്. അതിനെപ്പറ്റിയും അപ്ഡേറ്റ് ഉണ്ട്. എൻ്റെ കയ്യിൽ നിന്നുള്ള അപ്ഡേറ്റ് ആണ്.
അതായത് ഇനിയും CBR 250R നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട. ദിസ് ഈസ് 2026. നമ്മൾ എന്തിനാ വെറുതെ വീണ്ടും വീണ്ടും ഉള്ള സമയത്ത് അതിന് ഒരു വാല്യൂ കൊടുക്കാതെ നിർത്തിപ്പോയപ്പം ചുമ്മാ പ്രഹസനം പോലെ ആ വണ്ടിയായിട്ട് പൊക്കി പറയുന്നത്. വണ്ടി നല്ല വണ്ടിയായിരുന്നു. ഇനി ഇന്ത്യയിലോട്ട് വന്നു കഴിഞ്ഞാൽ അത് സെയിൽ ഉണ്ടാകുമോ? നിങ്ങൾക്ക് തോന്നുന്ന കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. ജസ്റ്റ് ഒരു അപ്ഡേറ്റിന് വേണ്ടി ചെയ്തൊരു വീഡിയോ ആണ്. സോ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ